ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനങ്ങനെ നാട്ടിൽ പോവുകയാണ്. ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഊബറിൻ്റെ ടാക്സിയിലാണ് പോണത്. അതവിടെ വന്ന് നിന്നിട്ടുണ്ട്. എൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാസ്ക് താഴ്ത്തിയത്. ആരും മാസ്ക് താഴ്ത്തല്ലേ. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് ഫ്ലൈറ്റ്, ടെർമിനൽ 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. നമ്മൾക്ക് 2 മണി 3 മണി ആ സമയത്താണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഇപ്പോഴെല്ലാവരും ടാക്സിയിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇപ്പം കൊറോണേൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കൊണ്ട് എല്ലാവരും ടാക്സി വിളിച്ചാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ടാക്സി നല്ല അടിപൊളി ടാക്സി കേട്ടോ, ഊബറിൻ്റെ. പെട്ടെന്ന് നമ്മൾ കോൾ ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ ടാക്സി എത്തി. ഇത് ചെറിയൊരു ഫ്ലൈറ്റ് യാത്രേൻ്റെ വ്ളോഗ് മാത്രമാണ്, കാര്യമായിട്ടൊന്നുമില്ല അതിൽ. എങ്ങനെയാണ് ഞാൻ ഈ കൊറോണ സമയത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എയർപോർട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനൊരു യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട്. കൊറോണയൊക്കെ വന്നതിന് ശേഷം ടാക്സിയുടെ മുന്നിലൊന്നും ആളിരിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളവിടെ ബാഗാണ് വെച്ചിട്ടുള്ളത്. അപ്പം ബാഗിനാണ് ഇപ്പോൾ മുന്നിലത്തെ സീറ്റ് കിട്ടിയത്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറി. ഇതാ ആ കാണുന്നത് തന്നെയാണ് കേട്ടോ എയർപോർട്ട്. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ട്രോളിയിൽ ലഗേജൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ കറക്റ്റ് എൻട്രൻസിൽ തന്നെ എത്തി. എന്നിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലെത്തി കേട്ടോ, എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ തെർമൽ സ്കാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. മാസ്ക് ഇടാത്തത് ആർക്കെങ്കിലും പനിയുണ്ടോ എന്നൊക്കെ അതിൽ ചെക്ക് ചെയ്യുവർ. അതിനുശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. നമ്മളിവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുക ചെയ്യുന്നു കേട്ടോ. ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു സ്നാക്സ് പോലെ ഒന്ന് വാങ്ങിക്കുക ചെയ്തത്. നമ്മളത് ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിലേക്ക് പോയത്. ഫ്ലൈറ്റിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചില്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ കഴിച്ചിട്ട് തന്നെയാണ് വന്നത് വീട്ടിൽ നിന്ന്. പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് കഴിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോകണം, എയർ ഇന്ത്യേൻ്റെ ഗേറ്റിലേക്ക് പോകണം. അവിടെ നിന്ന് ലഗേജൊക്കെ ഒന്നും കൂടി വെയിറ്റൊക്കെ നോക്കും. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഫ്ലൈറ്റ് നിർത്തിയിടുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ കുറേ ഫ്ലൈറ്റുകൾ. ഇവിടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണിത്. ഇത് ബോർഡിംഗ് പാസ്. ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ ഇത് കാണിക്കണം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് നമ്മളെ ഫ്ലൈറ്റ്. അതിൻ്റെ ഇടയിൽ ബസ്സൊന്ന് ബ്രേക്ക് പിടിച്ചു, ഞാൻ വീഴാനായി. ഫ്ലൈറ്റുകൾ ഇതാണ്ടല്ലേ, കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പോവാനുള്ള ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മളെ ഫ്ലൈറ്റ്, ഇനിയും പോകണം, കുറച്ചും കൂടി പോകണം. സ്പൈസ് ജെറ്റ് ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്.
പിന്നെ പേരറിയാത്ത കുറേ ഫ്ലൈറ്റുകളുണ്ട്. എമിറേറ്റ്സ് ഉണ്ട്. ഓരോ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഓരോരോ ഫ്ലൈറ്റുകളും ബസ്സുകളും അതിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. നമ്മളെ ഫ്ലൈറ്റ് എവിടെ? ഇതാ നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ താഴെ നിർത്തി ബസ് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാനാണ് കേട്ടോ നടുവിലിരുന്നത്. 3 ആൾക്കാരാണ്. അപ്പം നടുവിൽ ഞാനായിരുന്നു. എനിക്കായിരുന്നു ഈ ഭാഗ്യം. അപ്പോൾ നടുവിലിരിക്കുന്ന ആൾ PPE കിറ്റ് ഇടണം. അങ്ങനെ ഞാനതിട്ടു. എല്ലാം അതിലുണ്ട് കേട്ടോ. മാസ്ക്, സാനിറ്റൈസർ, ഷീൽഡ് എല്ലാം ഉണ്ട്. പിന്നെ വെള്ളമുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന്. എല്ലാം ഉണ്ട് ഫ്ലൈറ്റിൽ. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുമ്പോൾ ഞാൻ ശരിക്കും സല്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർമാരെയും നഴ്സുമാരെയാണ്. അവരെ മാത്രമല്ല, പിന്നെയും കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന. എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. എന്താ പറയേണ്ടത്, ഞാൻ അത്ര പോലെ സമയം ഇട്ടിട്ട് നിന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നടുവിലിരിക്കുന്ന ഓരോരോ ആൾക്കാരും ഈ കിറ്റ് ധരിക്കണം. അങ്ങനെയാണ്. എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ബാഗ് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്ന് അതിൽ മൊബൈലൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ അവർ കുറച്ച് നേരം ഡിലേ ആയി ഫ്ലൈറ്റ്. അവരത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. കിട്ടിയോന്നറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഫ്ലൈറ്റ് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. PPE കിറ്റ് ഇടാനും മാസ്ക് ഇടാനും പിന്നെ ഇതിലുള്ള എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനോ അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലിടാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സൈലൻറ്റ് മോഡിൽ നേരത്തെ ഇട്ടു. കണ്ടില്ലേ, അവർ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും എമർജൻസി ആയിട്ട് അപകടം പറ്റിയാൽ എന്താ ചെയ്യേണ്ടത്, പിന്നെ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഇടേണ്ടത്, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്സിജൻ നമ്മളെ നേരെ മുകളിലുണ്ട്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ എമർജൻസി ആയിട്ട് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ പുറത്തെങ്ങനെ കിടക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായി ഒന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. റൺവേയിൽ കുറേ കറങ്ങിയ ശേഷം മാത്രമേ പൊങ്ങുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൺവേയിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. സ്പീഡ് കൂടി വരുന്നുണ്ട്. ഈ മുകളിലേക്ക് പൊങ്ങാനുള്ള സമയം നല്ല സ്പീഡ് കൂടി വരും. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. അത് പൊങ്ങുന്ന സമയത്ത് ഒരുമാതിരി ഒരു ഫീലാണ്. ഞാൻ പിന്നെ ഈ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുക ചെയ്യൽ. പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മുറക്കെ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോന്നേ ഉള്ളൂ. എനിക്ക് നല്ല പേടിയാട്ടോ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ ആകാശത്തിൽ മേലെ എത്തിയിട്ടാ, മുകളിലേക്കൂടെ പറക്കുകയാണ് നമ്മളെ ഫ്ലൈറ്റ്. ഇപ്പം താഴേക്ക് ചെറുതായി കാണുന്നുണ്ട്. ഇനിയും പൊങ്ങി മുകളിലെത്തും. ആകാശത്തിൻ്റെ മുകളിൽ പറന്ന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയും പറന്ന് മുകളിലെത്തും. അപ്പോൾ നമ്മളിപ്പം മേഘത്തിൻ്റെ ഇടയിലേക്കൂടെയാണ് പറന്ന് പോകുന്നത്. അപ്പം നല്ല കട്ടിയുള്ള മേഘങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ റോഡിലേക്കൂടെ പോകുന്ന ഒരു ഫീലില്ലേ, ഷെയ്ക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കരയായിരുന്നു. ഇങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഈ ചെവിയും മൂക്കൊക്കെ ഇങ്ങനെ ഒന്ന് അടഞ്ഞ പോലെ ഉണ്ടാവും, ശ്വാസം കിട്ടാത്തൊരു ചെറിയൊരു. അതുകൊണ്ട് ആ കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്ന കുറച്ച് പേടിയോടെ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കല്ലേ ഇതറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതറിയായിരിക്കും. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ ഓരോരോ സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നത്. ഇത് കണ്ടോ, മേഘത്തിൻ്റെ മേലെ നമ്മളെത്തി. മേഘത്തിൻ്റെ മേലെ എത്തി നമ്മൾ. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, കുറേ ആകാശങ്ങളുണ്ട്, 7 ആകാശങ്ങളെങ്ങാനും ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും. ഓരോരോ തട്ടിലേക്കൂടെയാണോ നമ്മൾ പോകുന്നതെന്ന് നമ്മൾക്ക് തോന്നും. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായി ഇങ്ങനെ കയറി പോകുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മളെത്തിയിട്ടോ, ഇറങ്ങി. അയ്യോ, കുഴിയിലേക്ക് കൊണ്ടിടുന്ന ഫീലായിരുന്നു. നടുവൊക്കെ ഒടിഞ്ഞ പോലെയായി, അങ്ങനത്തെ കൊണ്ടിടലാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഫ്ലൈറ്റ് കുറേ നേരം ഓടിയ ശേഷമാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളെ ഫ്ലൈറ്റ്. ഈ സമയത്തൊരു പ്രോബ്ലം ഉണ്ടായി. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ റൈറ്റ് സൈഡിലിരിക്കുന്ന ഇവർ എഴുന്നേറ്റ് നമ്മുടെ ലഗേജ് ബോക്സ് ഉണ്ട് മുകളിൽ, അതെല്ലാം തുറന്നു വെച്ചു. അപ്പോൾ അത് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇങ്ങനെ വളയുകയൊക്കെ ചെയ്യും അങ്ങനെ റൺവേയിലേക്കൂടെ. ആ സമയത്ത് അത് എല്ലാം ഇപ്പം താഴെ ഇരിക്കുന്നവരെ മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ പ്രശ്നമുണ്ടായി. പോലീസ് വന്ന ശേഷമാണ് പിന്നെ എല്ലാവരെയും പുറത്തേക്ക് വിടാൻ തുടങ്ങിയത്. അവരെ പോലീസ് പിടിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴേക്ക് വന്നത്. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ എത്തി. അപ്പോൾ ഇപ്പോൾ കൊറോണേൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ അഡ്രസ്സൊക്കെ കൊടുക്കണം. നമ്മുടെ ഫോൺ നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ, 2 ഫോൺ നമ്പറൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇറങ്ങി വരുമ്പോൾ തന്നെ PPE കിറ്റ് അവിടെ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് സമയം നിൽക്കണം. ലഗേജ് വരാൻ വേണ്ടിയിട്ടാണ് 3/4 സമയം. നമ്മുടെ എന്താ പറയുക, ഇറങ്ങാൻ ഇത്ര സമയം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ലഗേജ് എടുക്കാൻ നല്ലൊരു സമയം പോകും. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ ലഗേജ് വന്നത്. വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ലഗേജൊക്കെ കിട്ടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി 7 ഡേയ്സ് ക്വാറൻറ്റൈനാണ്. അപ്പോൾ എൻ്റെ ഈ വെറുപ്പിക്കൽ ഇനിയും തുടരും. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു.
ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.